ഹലോ ഗൈസ്, അപ്പോൾ നമുക്കിന്ന് നല്ല പച്ച നെമ്മീൻ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് ഒരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കി കളഞ്ഞേക്കാം. അപ്പോൾ ആദ്യം നമ്മൾ നാരങ്ങ നീരെടുക്കുക പുരട്ടി കുറച്ച് നേരം മീനൊന്ന് വെക്കുക. അപ്പോൾ അതിനകത്തോട്ട് ആ പുളിയൊക്കെ ഇറങ്ങും. അത് കഴിഞ്ഞ് നമ്മൾ അതിനകത്തോട്ട് മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇത്രയും സാധനമായിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി ഒരു കുറച്ച് നേരം നമ്മളൊന്ന് വെക്കുക. അപ്പം മീനിൻ്റെ എല്ലാ സൈഡിലും ഒരേപോലെ മസാല പിടിക്കണം കേട്ടോ. അതാണ് അതിൻ്റെ ഒരു ഇത്. നമ്മളൊരു കുറച്ച് നേരം ഒന്ന് തിരുമ്മിയിട്ട് നമ്മളൊരു ഫ്രിഡ്ജിലൊരു 10-15 മിനിറ്റൊക്കെ വെക്കുമ്പോഴത്തേക്കും മീനിന് നല്ല ഫ്ലേവർ ആയിരിക്കും കേട്ടോ. അതായത് ഈ നമ്മൾ നാരങ്ങയാണ് മെയിൻ ഐറ്റം. അപ്പോൾ നാരങ്ങയും ഈ എരിവും പുളിയും എല്ലാം കൂടെ ആ മീനിനകത്ത് അങ്ങനെ പിടിച്ച് സെറ്റായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ ഒരുപാട് മീനൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്കും നമ്മൾ ഇതേപോലെ മസാലയൊക്കെ പുരട്ടി നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് എടുത്ത് പൊരിക്കാം. പിന്നെ അതിൻ്റെ മേലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും കൂടെ നമ്മൾ വെച്ച് ഇനി അതിനകത്ത് നമ്മൾ എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും വെളിച്ചെണ്ണയോ നമ്പിഷെണ്ണയോ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഒന്ന് കരിയാപ്പില വന്നിട്ടിട്ട് അതിൻ്റെ മേലോട്ട് നമ്മൾ ഈ മീൻ ഓരോന്നോരോന്നായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഇത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള മീനായിരുന്നു കേട്ടോ. വലിയ നെമ്മീൻ്റെ പീസായിട്ട് നമുക്ക് കിട്ടത്തില്ല, അങ്ങനെയാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ അത് നമ്മൾ മീൻ വെച്ചു. ഓരോരോ സൈഡും ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 7 മിനിറ്റ് ആ ഒരു ടൈം റേഞ്ചിൽ വെച്ചാൽ മതി. കാരണം വെച്ചാൽ ഈ മീൻ പൊടിഞ്ഞു പോകരുത്, അതാണ് നമ്മുടെ ഇൻറ്റൻഷൻ. പക്ഷേ നമ്മൾ ചിലതൊക്കെ പൊടിഞ്ഞു പോകും ഗൈസ്, എനിക്കങ്ങനെ പലതും പാളിയിട്ടുണ്ട്. അപ്പോൾ ഇത് മീൻ വളരെ നമ്മൾ ശ്രദ്ധിച്ച്, വളരെ ടാസ്ക്കാണിത്. അതായത് മീനൊന്ന് മറിച്ചിടാനായിട്ട് ഇതേപോലെ നമ്മൾ ഓരോരോ മീനായിട്ട് മറിച്ചിട്ട് അത് സെറ്റാക്കി മാറ്റി വെച്ച് ഇനി അതിനകത്തോട്ട് നമ്മൾ കുറച്ച് സബോള, ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 സബോള എടുത്തായിരുന്നേ. 4 ഒരു ഇടത്തരം സബോള അതെടുത്ത് നമ്മൾ നന്നായിട്ട് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് വഴട്ടിയെടുക്കുക. അതിനകത്തോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും കൂടെ ചേർത്ത് നമ്മൾ വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നല്ല രീതിയിലൊന്ന് നല്ല ഒരു ട്രാൻസ്പെറൻറ്റ് കളറാകത്തില്ല, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിൻ്റെ അകത്ത് നമുക്കിനി ചോറ് വേവിക്കാൻ എടുക്കാം. അപ്പം നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിനകത്തോട്ട് സ്പൈസസും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ ഇപ്പം 1 കപ്പ് അരിക്ക് 2.25 കപ്പ് വെള്ളം ആ ഒരു പരുവത്തിലാണ് എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ കറക്റ്റ് കുക്കറിൽ വെക്കുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് വേവ്, കറക്റ്റ് 10 മിനിറ്റ് വേവ് അതായിട്ട് നമ്മൾ വയ്ക്കുക. അപ്പോൾ ഇതേ നോക്ക്, നമ്മുടെ സബോളയൊക്കെ അത്യാവശ്യം വഴണ്ട് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ നമ്മുടെ നോർമൽ മസാലാസ്, അതായത് ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം ഇച്ചിരി ക്വാണ്ടിറ്റി മതി കേട്ടോ. ഇച്ചിരി കുരുമുളക് പൊടി എല്ലാം കൂടെ ഇട്ട് ഒന്ന് വഴട്ടിയെടുക്കുക. അതിനകത്തോട്ട് നമ്മൾ തക്കാളിയും പിന്നെ നമ്മുടെ മല്ലിയില, പുതിന ഇല ഇതെല്ലാം കൂടെ ചേർത്ത് ഈ അടച്ചടച്ച് വെച്ച് വേവിക്കുമ്പോഴത്തേക്ക് ഇത് നല്ല എന്താ പറയുക, നല്ല പേസ്റ്റ് പോലെ ആകും. ഇനി അതിനകത്തോട്ട് നമ്മൾ പുളിയില്ലാത്ത കട്ടത്തൈരുണ്ടല്ലോ അതും കൂടി നമ്മൾ ആഡ് ചെയ്ത് ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ച് കുറച്ച് നേരം ഒന്ന് ചൂടാക്കാൻ വെക്കുക. അപ്പം അതിൻ്റെ ഒരു പുളി ഒരു റേഞ്ച് നമുക്ക് കാണുമല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി അതിൻ്റെ മേളിലോട്ട് മീനെല്ലാം കൂടെ വെച്ചത് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വയ്ക്കുക. പിന്നെ മീൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ മീനിൻ്റെ 2 സൈഡിലും ഈ മസാല കിട്ടും. എന്നിട്ട് നമ്മൾ അതിൻ്റെ മേളിലോട്ട് ചോറിടുക. ചോറൊരു 80% വെന്തയാണ് കേട്ടോ. അപ്പോൾ അത് ബാക്കി ആ ദമ്മി കിടന്ന് വെന്തോളും. അതിൻ്റെ മേളിലോട്ട് ബാക്കി അലങ്കോലപ്പണികളായ നമ്മുടെ കാഷ്യൂനട്ട്, കിസ്മിസ്, ഉള്ളി വറുത്തത് അതെല്ലാം കൂടെ നമ്മൾ ജസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ മേളിലോട്ട് നമ്മൾ ഇച്ചിരി ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് ഒന്നെങ്കിൽ നമുക്ക് പാലിനകത്ത് സാഫ്രൺ കലക്കി ഒഴിക്കാം, അല്ലെങ്കിൽ നമ്മുടെ മഞ്ഞൾപ്പൊടി നെയ്യിനകത്ത് ഇട്ട് വയ്ക്കാം, ആ ഒരു കളറിന് വേണ്ടിയിട്ട്. പിന്നെ മല്ലിയില, പുതിനയും കൂടെ ഇട്ടിട്ട് നമ്മളൊരു 10 മിനിറ്റ് ഒരു നല്ല വെയിറ്റൊക്കെ ഇതിൻ്റെ മേളിൽ വെച്ചിട്ട് ദമ്മ ചെയ്തെടുക്കുക. അത് പൊട്ടിക്കുമ്പോൾ ഒരു മണമുണ്ട്, ഒരു രക്ഷയില്ല. അതും നമ്മുടെ ബീഫും അച്ചാറും ഒക്കെ